സ്കീമ ഡിസൈൻ ഫസ്റ്റ് മോഡ്യൂളിലെ സ്കീമ ഡിസൈനിൻ്റെ വേറെ ഒരു പ്രോബ്ലത്തിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: സപ്പോസ് ദാറ്റ് എ ഡാറ്റ വെയർ ഹൗസ് ഫോർ എ ബിഗ് യൂണിവേഴ്സിറ്റി കൺസിസ്റ്റ് ഓഫ് 4 ഡയമെൻഷൻസ്, സ്റ്റുഡൻറ്റ്, കോഴ്സ്, സെമസ്റ്റർ ആൻഡ് ഇൻസ്ട്രക്ടർ. ഇതാണ് 4 ഡയമെൻഷൻസ്: സ്റ്റുഡൻറ്റ്, കോഴ്സ്, സെമസ്റ്റർ ആൻഡ് ഇൻസ്ട്രക്ടർ. ആൻഡ് 2 മെഷേഴ്സ്, കൗണ്ട് ആൻഡ് ആവറേജ് ഗ്രേഡ്. ഇതാണ് ഫാക്റ്റ്. ഇതൊക്കെയാണ് കൗണ്ട്, ആവറേജ് ഗ്രേഡാണ് ഫാക്റ്റ്. മറ്റേത് 4 ഡയമെൻഷൻസ്. ഓക്കെ, അതിന് ശേഷം ക്വസ്റ്റ്യൻ ഇതാണ്: പിന്നെ ഡ്രോ സ്നോഫ്ലേക്ക് സ്കീമ ഫോർ ദി ഡാറ്റ വെയർ. അപ്പോൾ ഇതിന് ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്, പിന്നെ മെഷേഴ്സ് അല്ലെങ്കിൽ ഫാക്റ്റും തന്നിട്ടുണ്ട്. ഫാക്റ്റ് എന്തൊക്കെയാണ്? കൗണ്ടും ആവറേജ് ഗ്രേഡും. ഓക്കെ, അതിന് ശേഷം ഡ്രോ എ സ്നോഫ്ലേക്ക് സ്കീമ ഫോർ ദി ഡാറ്റ വെയർ ഹൗസ്. അതിന് ശേഷം പിന്നെ ഒരു ഒലാപ്പ് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കീമ ഡയഗ്രാം വരയ്ക്കണം. സ്കീമ ഡയഗ്രാം വരയ്ക്കുമ്പം സ്നോഫ്ലേക്ക് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ സ്റ്റാർ സ്കീമയും സ്നോഫ്ലേക്കുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലൈസ്ഡ് ഡയമെൻഷൻ ടേബിൾ നോർമലൈസ്ഡ് ആയിരിക്കും, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫാക്റ്റ് ടേബിൾ വരയ്ക്കാം. ഫാക്റ്റ് ടേബിൾ എന്തൊക്കെയാണ്? ആവറേജ് ഗ്രേഡും കൗണ്ടും ആണ് ഫാക്റ്റ്, അല്ലേ? ഇവിടെ തന്നിട്ടുള്ള ഫാക്റ്റ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മെഷേഴ്സ് എന്തൊക്കെയാണ്? കൗണ്ടും ആവറേജ് ഗ്രേഡും. ഇത് വെച്ച് നമ്മളൊരു ഫാക്റ്റ് ടേബിൾ വരയ്ക്കാം. നോക്കൂ, ഇതവിടെ കാണുന്നില്ലേ? യൂണിവേഴ്സിറ്റി ഫാക്റ്റ് ടേബിൾ. ഫാക്റ്റ് ടേബിൾ അതിലെന്തൊക്കെയാണുള്ളത്? കൗണ്ട്, ഇത് വരച്ച് ക്ലിയർ ആകാത്തതുകൊണ്ടാണ്, കൗണ്ടും ആവറേജ് ഗ്രേഡും ആണ് 2 ഫാക്റ്റുകൾ. അപ്പോൾ ഇങ്ങനെ ഒരു ഫാക്റ്റ് ടേബിൾ വരയ്ക്കുക. അതിനകത്ത് എന്താ കൊടുക്കുക? കൗണ്ട്, ആവറേജ് ഗ്രേഡും കൊടുക്കുക. കൗണ്ട് ഇതാണ് കൗണ്ട്, ആവറേജ് ഗ്രേഡും. ഓക്കെ, കൗണ്ട്, ആവറേജ് ഗ്രേഡ്, ഇത് 2 ഫാക്റ്റുകൾ. അതിനുശേഷം നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡയമെൻഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ്, സെമസ്റ്റർ, പിന്നെ സ്റ്റുഡൻറ്റ്, ഏരിയ, ഇൻസ്ട്രക്ടർ, ഇത്രയും കാര്യങ്ങളാണ് ഡയമെൻഷൻസ്. ഇവിടെ മോൾ തന്നിട്ടുണ്ടത് ഡയമെൻഷൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഇതാണ്. എന്തൊക്കെയാണ്? ഇത്രയും ഡയമെൻഷൻസ് ആണ്. എന്തൊക്കെയാണ്? സ്റ്റുഡൻറ്റ്, കോഴ്സ്, ഇൻസ്ട്രക്ടർ ആൻഡ് സെമസ്റ്റർ, ഇങ്ങനെ 4 ഡയമെൻഷൻസ് ഉള്ളത്. ഈ 4 ഡയമെൻഷൻസ് നമ്മൾ 4 ഡയമെൻഷൻ ടേബിളായിട്ട് വരയ്ക്കാം. ഓക്കെ, കോഴ്സ്, സെമസ്റ്റർ. അപ്പോൾ ഓരോ ഡയമെൻഷൻ ടേബിളും നമ്മൾ ഫസ്റ്റ് എന്താ കൊടുക്കേണ്ടത്? കോഴ്സ് ഐ ഡി. കോഴ്സിനാണെങ്കിൽ കോഴ്സ് ഐ ഡി ആണ് അതിൻ്റെ പ്രൈമറി കീ. അതിൻ്റെ പ്രൈമറി കീ കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ ആ ഡയമെൻഷനിൽ വരുന്ന ആട്രിബ്യൂട്ട്സും കൊടുക്കുക. എന്ന് വെച്ചാൽ കോഴ്സിൻ്റെ നെയിം, ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ. പിന്നെ സെമസ്റ്റർ ആണെങ്കിൽ സെമസ്റ്റർ ഐ ഡി അതിൻ്റെ പ്രൈമറി കീ, പിന്നെ അതിൻ്റെ സെമസ്റ്റർ, ഇയർ, അതിൽ വരുന്ന ആട്രിബ്യൂട്ട്സ്. ഇനി സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് ഐ ഡി, സ്റ്റുഡൻറ്റ് നെയിം, സ്റ്റുഡൻറ്റിൻ്റെ ഏരിയ, സ്റ്റുഡൻറ്റ് മേജർ, സ്റ്റാറ്റസ്, ഇതൊക്കെയാണ് സ്റ്റുഡൻറ്റിൽ കൊടുക്കാൻ. പിന്നെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞത്, ഇത് നമ്മളോട് പറഞ്ഞത് എന്താണ്? സ്റ്റാർ സ്കീമയാണെങ്കിൽ ഇങ്ങനെ മതിയായിരുന്നു. ഇനി ഇത് സ്നോഫ്ലേക്ക് സ്കീമ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലൈസ്ഡ് ആയിട്ടുള്ള ടേബിൾസാണ് യൂസ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ സ്റ്റുഡൻസ് പറഞ്ഞാൽ ഒരു ഏരിയയിൽ തന്നെ കുറേ സ്റ്റുഡൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പെർട്ടിക്കുലർ പിന്നെ എന്താ കൺട്രിയിലെ ഒരു പെർട്ടിക്കുലർ പ്രൊവിൻസിലെ ഒരു പെർട്ടിക്കുലർ സിറ്റി അല്ലെ ആളെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഏരിയ എന്ന് പറയുമ്പോൾ. അപ്പം നമ്മൾ വെച്ചാൽ ഒരു ലൊക്കേഷനിൽ തന്നെ പല ആളുകളും ഉണ്ടാവും സ്റ്റുഡൻ്റായിട്ട്. എന്ന് വെച്ചാൽ ഈ സ്റ്റുഡൻറ്റ് ഡയമെൻഷൻ ടേബിളിൽ ഏരിയയിൽ വരുന്ന വാല്യൂസ്, അതായത് ഇപ്പം ഞാൻ പറയാം സിറ്റി, പ്രൊവിൻസ്, കൺട്രിയാണ് ഏരിയയുടെ ഡീറ്റെയിൽസ് ആയിരിക്കും, ഏരിയയുടെ വാല്യൂസ്. അതായത് ഇന്ന ഏരിയയിലെ, ഇന്ന സിറ്റിയിലെ, ഇന്ന കൺട്രിയിലെ. അപ്പോൾ ഈ വാല്യൂ ഈ ടേബിളിനകത്ത് റിപ്പീറ്റ് ആയിട്ട് വരുമല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റും. അതിനെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഏരിയ ഐ ഡി, അതായത് നമ്മൾ ഏരിയയ്ക്ക് വേണ്ടിയിട്ട് വേറൊരു ടേബിൾ ഡിക്ലെയർ ചെയ്യാം. അതിനകത്ത് പ്രൈമറിക്ക് ആയിട്ട് ഏരിയ ഐ ഡിയും പിന്നെ സിറ്റി, പ്രൊവിൻസ്, കൺട്രി എന്ന ഫീൽഡ്സ് അതിൽ കൊടുത്തു. എന്നിട്ട് പറയും ഈ ഏരിയ ഐ ഡി നമ്മളിവിടെ ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ എന്താണ്? ഈ സ്റ്റുഡൻറ്റ് ഡയമെൻഷൻ ടേബിൾ നമ്മൾ നോർമലൈസ് ചെയ്ത് സ്റ്റുഡൻറ്റും ഏരിയ ഡയമെൻഷൻ ടേബിളായിട്ട് മാറ്റി. മനസ്സിലായോ? സ്റ്റുഡൻറ്റിലെ എന്ന് വെച്ചാൽ ഈ ഏരിയ, സിറ്റി, പ്രൊവിൻസ്, കൺട്രി എന്ന ഫീൽഡ് സ്റ്റുഡൻറ്റിനകത്ത് റിപ്പീറ്റ് ആയിട്ട് വരുന്നതായിരുന്നു. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ഒരു സെപ്പറേറ്റ് ടേബിൾ ആക്കിയിട്ട് ഇതിനെ ഫോറിൻ കീ ഇങ്ങനെ കണക്ട് ചെയ്യാൻ ചെയ്തു. അതായത് ഏരിയ ഐ ഡി ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ എന്തായി? ഇത് ഈ ഏരിയ സ്റ്റുഡൻറ്റ് എന്ന ഡയമെൻഷൻ ടേബിൾ നോർമലൈസ് ചെയ്തുകൊണ്ട് ഇത് എന്തായിരുന്നു? ഇത് സ്നോഫ്ലേക്ക് സ്കീമ എന്ന് പറയാൻ പറ്റും. കാരണം നോർമലൈസ്ഡ് ഡയമെൻഷൻ ടേബിൾസ് ആണെങ്കിൽ അത് സ്നോഫ്ലേക്ക് സ്കീമ എന്ന് പറയാം. ഓക്കെ, പിന്നെ ഇൻസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ ഇൻസ്ട്രക്ടർ ഐ ഡി, ഡിപ്പാർട്ട്മെൻറ്റ്, റാങ്ക് ആണ്. അപ്പോൾ നമുക്ക് ഇത് അടുത്ത ഡയമെൻഷനും. അപ്പോൾ അതിൽ ഇൻസ്ട്രക്ടർ ഐ ഡി ആണ് അതിൻ്റെ പ്രൈമറി കീ. ഇതേപോലെ തന്നെ സെമസ്റ്റർ ആണെങ്കിൽ സെമസ്റ്റർ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്തു? നമ്മൾ ഫാക്റ്റ് ടേബിളും ഡയമെൻഷൻ. ഇനി ഫാക്റ്റ് ടേബിളിനകത്ത് എന്ത് ചെയ്യണം? ഇതിനകത്തിൽ ഓരോ പ്രൈമറി കീയും നമ്മൾ ഇതിനകത്ത് ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ പ്രൈമറി കീസ്, അല്ലേ? ഈ പ്രൈമറി കീസ് ഇതിനകത്ത് ഫസ്റ്റ് ഇതിനകത്ത് ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ കോഴ്സ് ഐ ഡി ഇവിടെ കൊടുത്തു, സ്റ്റുഡൻറ്റ് ഐ ഡി ഇവിടെ കൊടുത്തു, സെമസ്റ്റർ ഐ ഡി, ഇൻസ്ട്രക്ടർ ഐ ഡി നമ്മൾ ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ള നമ്മൾ പ്രൈമറി കീ ആയിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ പ്രൈമറി കീയും ഫോറിൻ കീ ആയിട്ട് കണക്ട് ചെയ്തു, അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കോഴ്സ് ഐ ഡിയും കണക്ട് ചെയ്തു, ശരിയല്ലേ? കോഴ്സ് ഐ ഡി കണക്ട് ചെയ്തു, ഇൻസ്ട്രക്ടർ ഐ ഡി കണക്ട് ചെയ്തു, സ്റ്റുഡൻറ്റ് ഐ ഡി ഇവിടെ കണക്ട് ചെയ്തു, ഇങ്ങനെ കണക്ട് ചെയ്തു. അപ്പോൾ എന്താണ്? ഇതിന് നമ്മൾ പറയുന്നത് സ്നോഫ്ലേക്ക് സ്കീമ എന്ന് പറയും. കാരണം ഇവിടെ ഈ സ്റ്റാർ ഫോമിലാണെങ്കിലും ഇതിൻ്റെ ഇവിടെ എന്ത് ചെയ്തു?
ഈ സ്റ്റുഡൻറ്റ് എന്ന ഡയമെൻഷൻ ടേബിൾ നമ്മൾ നോർമലൈസ് ചെയ്ത് 2 ടേബിളായി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഏരിയ ഐ ഡി ആണ് ഫോറിൻ കീ, ഇതിൻ്റെ പ്രൈമറി കീ. ആ ഏരിയ ഐ ഡി വെച്ചിട്ട് നമ്മളിവിടെ ഏരിയ ഐ ഡി കൊടുത്തിട്ട് നമ്മൾ ഫോറിൻ കീ വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ സ്നോഫ്ലേക്ക് സ്കീമ എന്ന് പറയും. അപ്പോൾ സ്നോഫ്ലേക്ക് സ്കീമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ സ്നോഫ്ലേക്ക് സ്കീമ ഫോർ ദി ഡാറ്റ വെയർ ഹൗസ്. അതിൻ്റെ ആൻസറാണിത്. അടുത്തത് നമുക്കൊരു ഒലാപ്പ് ഓപ്പറേഷനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? സ്റ്റാർട്ടിങ് ഫ്രം ദ ബേസ് ക്യൂബോയിഡ് വാട്ട് ഒലാപ്പ് ഓപ്പറേഷൻ ഷുഡ് ബി പെർഫോംഡ് in order to list the average grade of CS course for each big university student. അതായത് CS കോഴ്സിൻ്റെ മാത്രമായിട്ടുള്ള ഡാറ്റയാണ് വേണ്ടത്, പിന്നെ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും വേണം. CS കോഴ്സിൻ്റെ ഓരോ സ്റ്റുഡൻറ്റിനും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? CS കോഴ്സിൻ്റെ ഇത് മാത്രമായിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റോളപ്പ് ചെയ്യുക. കോഴ്സ് ഐ ഡി ടു CS ഡിപ്പാർട്ട്മെൻറ്റ് കോഴ്സ് മാത്രം അല്ലേ, റോളപ്പ് കോഴ്സ് ഫ്രം കോഴ്സ് ഐ ഡി ടു ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ കോഴ്സ് എന്ന് പറയുമ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റ് കോഴ്സുകളാണ് അല്ലേ. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ട് കോഴ്സ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് പല കോഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? റോളപ്പ് ഫ്രം കോഴ്സ് ടു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? എന്തായി? അപ്പോൾ CSൻ്റെ കോഴ്സ്, IT-ൻ്റെ കോഴ്സ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കലിൻ്റെ കോഴ്സ്, അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ട് മാറി. അപ്പം ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ട് റോളപ്പ് ചെയ്തു, അഗ്രിഗേറ്റ് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ഇത് മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പിന്നെ കൗണ്ട് ആവറേജ് ഗ്രേഡ് അല്ലേ വരുന്നത്, കൗണ്ട് ആവറേജ് ഗ്രേഡ് ആൻഡ് ഫാക്റ്റ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു? റോളപ്പ് ചെയ്തു ബേസ്ഡ് ഓൺ കോഴ്സ് ഐ ഡി ടു ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ട് മൊത്തം റോളപ്പ് ചെയ്തു. പിന്നെ സെമസ്റ്റർ നമുക്ക് എന്ത് ചെയ്യുന്നു? എല്ലാ സെമസ്റ്ററും മൊത്തം വേണ്ടേ, സോ സെമസ്റ്റർ ഐ ഡി റോളപ്പ് ചെയ്തു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തത്? CS കോഴ്സിൻ്റെ ഒരു സെലക്ഷൻ നടത്തുക, അതിനാണ് സ്ലൈസ്. അപ്പോൾ എന്ത് ചെയ്തു? കോഴ്സിനെ നമ്മൾ റോളപ്പ് ചെയ്തു ടു ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ട് റോളപ്പ് ചെയ്തു. എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഡാറ്റയാണ് വേണ്ടത്, ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ടാണ് വേണ്ടത്, അല്ലാണ്ട് മൊത്തം ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ട. കാരണം എന്ത് മതി? ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് വേണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സെമസ്റ്റർ നമുക്ക് മൊത്തം എടുക്കാം, സെമസ്റ്റർ ഐ ഡി ടു 1. അതായത് CS കോഴ്സിന് മൊത്തം സെമസ്റ്റേഴ്സിലുള്ള എന്താണ് വാല്യൂസാണ് വേണ്ടത് അല്ലേ. അതായത് വാട്ട് സ്പെസിഫിക് ഒലാപ്പ് ഓപ്പറേഷൻ ഷുഡ് ബി പെർഫോംഡ് ഇൻ ഓർഡർ ടു ലിസ്റ്റ് ദി ആവറേജ് ഗ്രേഡ് ഓഫ് CS സ്റ്റുഡൻസ് ഫോർ ഓരോ സ്റ്റുഡൻറ്റ്. അപ്പോൾ സ്റ്റുഡൻറ്റ് നമ്മൾ റോളപ്പ് ചെയ്യണം, കാരണം എന്താണ്? ഓരോ സ്റ്റുഡൻറ്റിനും വേണം. അപ്പോൾ സ്റ്റുഡൻറ്റ് നമ്മൾ റോളപ്പ് ചെയ്യരുത്, കാരണം ഈച്ച് സ്റ്റുഡൻറ്റിന് വേണം. റോളപ്പ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഈ സെമസ്റ്റർ, അതുപോലെ തന്നെ കോഴ്സും നമ്മൾ റോളപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ സ്ലൈസ് എന്ന് പറയുമ്പോൾ വെച്ചാൽ അതിനൊരു സെലക്ഷനാണ്, CS മാത്രം സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? സപ്പോസ് ദ ഡാറ്റ വെയർ ഹൗസ്, ഒരു മിനിറ്റ്, അത് നമുക്ക് അടുത്തതായിട്ട് പറയാം. ഓക്കെ.